Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. പ്രശസ്തി ആർജിച്ച ചേലക്കര അന്തിമഹാകാളങ്കാവ് വേലയുടെ ഭാഗമായി വേല കമ്മിറ്റി ഭാരവാഹികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും കെ രാധാകൃഷ്ണൻ എംപിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. UR പ്രദീപ് MLA യോഗത്തിൽ സന്നിഹിതനായി. ഈ വർഷത്തെ അന്തിമഹാകാളങ്കാവ് വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരികയും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം പരിഗണിച്ചു. അതിനൊട്ടേറെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പരമാവധി ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വേല നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നും ഇതിന് വേണ്ട സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അതുപോലെ വിവിധ ദേശ കമ്മിറ്റികളും അവർ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും കഴിയും. അങ്ങനെ നാം ദേശ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ വേല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ വേല നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. അത് തടസ്സമില്ലാതെ നടത്തുന്നതിന് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റും അതുകൊണ്ട് ദേശ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളെ ചർച്ച ചെയ്യുന്നത്. ചേലക്കര അന്തിമഹാകാളങ്കാവ് വേലയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വേലയുടെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കുമെന്നും MP യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ മുന്നൊരുക്കങ്ങൾ വേല കമ്മിറ്റിയെ MP അറിയിച്ചു. കച്ചവടക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വ്യാപാരം നടത്തുന്നതിന് അവസരമൊരുക്കും. സാമ്പിൾ പരിശോധന തിക്കും തിരക്കുമില്ലാതെ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നു. ഒരു ദേശത്തിന് ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി 200 പോലീസുകാരെ വിന്യസിക്കും. വേല കാണാനെത്തുന്നവർക്ക് മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. വോളണ്ടിയേഴ്സ് വിസിറ്റിംഗ് കാർഡ് നൽകുമ്പോൾ കൃത്യത ഉറപ്പുവരുത്തണം. കുടിവെള്ള സൗകര്യം ഒരുക്കുകയും ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. മൊബൈൽ മെഡിക്കൽ ടീമിനെ ആരോഗ്യ സുരക്ഷയ്ക്കായി കൊണ്ടുവരും. വിവരങ്ങൾ അറിയിക്കുവാനുള്ള ഇടങ്ങളിൽ ഉച്ചഭാഷിണികൾ വെക്കണം. കാളവേലകൾ വരുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തണം. വെടിക്കെട്ട് കമ്മിറ്റി വോളണ്ടിയർമാരെ ഏർപ്പെടുത്തുകയും അവർക്ക് സുരക്ഷയ്ക്കായി റിഫ്ലക്റ്റീവ് ജാക്കറ്റ് നൽകുകയും വേണം തുടങ്ങിയ തീരുമാനങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത്, കുന്നംകുളം DYSP സന്തോഷ് CI സതീഷ് കുമാർ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ, CPIM ലോക്കൽ സെക്രട്ടറി ഹരിനാരായണൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ ദേശക്കാരും കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പേപ്പർ വർക്കാണ് നമുക്ക് ഇനിയിപ്പോ ആദ്യം റിജക്ട് ചെയ്യുന്ന ബാക്കി കോടതിയിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പേപ്പർ വർക്ക് സംബന്ധമായി ചെയ്യാറുള്ളൂ. പിന്നെ ഇന്നലെയോടുകൂടി അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പഞ്ചായത്തിന്റെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വഴികൾ നമ്മുടെ അന്തിമഹാകാവ് പോകുമ്പോൾ ചന്ദ്രന്റെ ചായകളാന്ന് പറയും, കുറച്ച് കൺഫ്യൂസ്ഡാണ്. അവിടെയൊക്കെ ഈ എന്താ വെച്ചാൽ ഈ ചെടികളും മറ്റേ വന്ന് അതൊക്കെ തൊഴിലുറപ്പുകാർ പരിഹരിക്കേണ്ടി പറയുന്നത്. പിന്നെ വീട്ടുകാർക്ക് ഇപ്പൊ കാണുന്ന ഒരു സംവിധാനം, വീടിന് മതിലിന് പുറത്ത് കല്ല് നിരത്തും. അത് വളരെ രീതി കുറവാണ്. അപ്പൊ കല്ലും കൂടെ നിരത്തുമ്പോൾ നമുക്ക് 2 വണ്ടി അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതേമാതിരി മണ്ണ് കൂട്ടിയിടുക. അപ്പൊ ആ മണ്ണൊക്കെ എടുത്ത് ഉള്ള വഴി കുറച്ച് വീതിയാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് പോകാൻ, എന്തെങ്കിലും ആംബുലൻസിന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ നമുക്ക് പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. അപ്പൊ അത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടുപിടി ചെയ്തിരുന്ന പിന്നെ അതിന്റെ വെടിക്കെട്ട് നടത്തുന്ന പാടത്ത് കംപ്ലീറ്റ് മറ്റേ ലൈറ്റ് കാര്യങ്ങളുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാരിക്കേഡ് കംപ്ലീറ്റ് പണിത് കഴിഞ്ഞു. ഇനിയിപ്പോ പോലീസ് വന്നിട്ട് ഒന്നുകൂടെ അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പൊ നമ്മൾ ഇട്ടതിന് പുറമെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ്. റാമ്പുകൾ നമ്മൾ 3 റാമ്പാണ് നമ്മളിപ്പോ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് പടിഞ്ഞാറപ്പള്ളിയുടെ ആ പാലത്തിന്റെ അവിടെ നമ്മൾ പെർമനന്റ് ആയിട്ട് 7 മീറ്ററിന്റെ റാമ്പ്. പിന്നെ അമ്പലം എത്തുന്നതിനേക്കാൾ മുമ്പേ ലെഫ്റ്റിലേക്ക് ആംബുലൻസും ഫയറിന്റെ വണ്ടിക്കും പാർക്ക് ചെയ്യാറ്. പിന്നെ പുലാക്കോട് റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വരാണ്. അപ്പൊ ഈ 3 വഴി കൂടി നമുക്ക് ആംബുലൻസ് ആയാലും ഫയറിന്റെ വണ്ടിയായാലും ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിയിപ്പ്. ഇനി നമ്മളെല്ലാവരും പോയി കണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽസ് പറഞ്ഞനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള നടപടികൾ. VCV ന്യൂസ് ചേലക്കര.